അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. അപ്പം നമ്മുടെ സ്കൂളൊക്കെ ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂള് വെള്ളിയാഴ്ച തന്നെ അടച്ചായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആഷ്മിക്ക് അടച്ചു, ചൊവ്വാഴ്ച ലച്ചുവിനും അടച്ചിട്ടുണ്ട് കേട്ടോ. ലച്ചുവിന് പിന്നെ 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ പാളയംകുടം കൊല ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തേയിലയൊക്കെ വെട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം ഇങ്ങനെ ചെരിഞ്ഞ് നിന്നുകൊണ്ട് ഞാൻ ഇച്ചിരിയൊക്കെ വിളഞ്ഞിട്ടുള്ളൂ കേട്ടോ. കൊടുത്താലും നമുക്ക് വലിയ കാശൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പഴിപ്പിക്കാൻ പരുവം ആയി എന്ന് പറയാം, അത്രേ ഉള്ളൂ. കറി വയ്ക്കാനും ഒക്കെ ആയിട്ട് കൊടുക്കാമെന്നും കരുതി ഞാനതങ്ങ് വെട്ടി വെച്ചേട്ടോ. കാരണം നമ്മൾ കാറൊക്കെ ഇറക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ മണ്ടയ്ക്ക് തട്ടുമായിരുന്നു. അപ്പം ഞാനതങ്ങ് വെട്ടി. അപ്പം കുറച്ച് ചേച്ചിയും കുടുംബമൊക്കെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ തിരിച്ച് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അവർക്കും കൊടുത്ത് വിടാമെന്ന് വിചാരിച്ച് കുറച്ച്. അപ്പം കുറേ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെണ്ടയ്ക്ക നിന്നങ്ങ് മുറ്റിപ്പോവുക. ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പിടിക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങ് പിടിക്കും. അപ്പം കുറച്ച് ഇനി അങ്ങ് വെട്ടിക്കളയണം. നല്ല കോല് പോലെ അങ്ങ് മേപ്പോട്ട് പോയി എല്ലാം അങ്ങ് കമ്പെല്ലാം അങ്ങ് മുറ്റുന്നു കേട്ടോ. ഇനിയിപ്പം വെട്ടി അങ്ങ് വിടാമെന്ന് വിചാരിച്ചേ. അപ്പം കുറച്ച് എടുത്തത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ കുറേ പിച്ചാനും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വെണ്ടയ്ക്ക പിള്ളേരും ഞാനും എല്ലാവരും കൂടെ പിച്ചാൻ പോവാം കേട്ടോ. പിച്ചി അവർക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ആനുവൽ ഡേ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര പനിയായിപ്പോയി കേട്ടോ. ലച്ചുവിനും എനിക്കുമാണ് ഭയങ്കര പനി, ശ്വാസം മുട്ടലും. ഇപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ആഷ്മിക്ക് ചെറിയ ചുമയുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. പറഞ്ഞില്ല, അന്നൊരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ വന്ന് ഫുഡ് വെള്ളമൊക്കെ കഴിക്കുന്നത് വീട്ടിൽ. പക്ഷേ അന്ന് 1 മണിയായപ്പോഴത്തേക്കിനും പ്രോഗ്രാം നിർത്തിയതാട്ടോ. കാരണം പിള്ളേരൊക്കെ കുഴഞ്ഞു വീണായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒടുക്കത്തെ ഒരു ആനുവൽ ഡേ ആയിപ്പോയി ഇപ്രാവശ്യം. കാരണം ഇത്രയും വർഷം ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തീരുമായിരുന്നു. ഒരു 11 മണി 11:30 ഒക്കെ ആകുമ്പം ഉള്ള രീതിക്ക് തീരുമായിരുന്നു. ഇപ്രാവശ്യം ആകെ വലഞ്ഞു പോയൊരു ആനുവൽ ഡേ. എന്തായാലും ആഷ്മിക്ക് അന്നത്തോടു കൂടി അങ്ങ് സ്കൂൾ അടച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ പനിയായാലും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ലച്ചു പിന്നെ പനിയും പിടിച്ചാണ് ബാക്കി 2 ദിവസവും പോയത് സ്കൂളിൽ. ലച്ചുവിന് ഇനി പനിയായാലും എന്തുമായാലും ഒരു ക്ലാസ് പോലും മുടക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. കാരണം അവർക്ക് ഇനിയിപ്പം ഫെബ്രുവരി പകുതി ആകുമ്പോഴത്തേക്കിനും 9ാം ക്ലാസ്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ക്ലാസ് തുടങ്ങും കേട്ടോ. ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ ഒരു ട്യൂഷനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പഠിക്കാനൊക്കെ ക്ലാസ്സും കൂടെ മിസ്സായാലേ ശരിയാവത്തില്ല. എവിടെ നോക്കിയാലും വാഴക്കൊല കേട്ടോ. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ വളവും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല കേട്ടോ. കൊലയൊക്കെ വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് ഇത് അപ്പുറത്തെ വീട്ടിൽ അയ്യത്തോട്ട് നിൽക്കുക കേട്ടോ. അതിങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോൾ വിളയാറായി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് ഇത് പഴുത്ത് വവ്വാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1-2 കൊല ഇതുപോലെ വിളഞ്ഞ് നിൽക്കുന്നു, പഴുക്കാറായി നിൽക്കുന്നു. എന്തോ ചെയ്യാനെന്നറിയാം. ഇപ്പോഴൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ അത് മൊത്തം പഴുത്ത് നാശമായി പോയാൽ. ഇതിന് മുമ്പ് ഒരു കൊല ഇലയുടെ ഇടയ്ക്ക് നിന്നിട്ട് മൊത്തം പഴുത്ത് പോയിട്ട് നമ്മൾ കാണാതെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം കൂന കൂടി വാഴ നിൽക്കുക, ചുമ്മാ അങ്ങ് കൊലച്ചോടുക. നമ്മൾ കുറച്ചൊക്കെ പഴിപ്പിക്കും, പിന്നെ കുറച്ചൊക്കെ കടയിലും കൊടുക്കും കേട്ടോ. അങ്ങനെ അത് വെട്ടാൻ നോക്കുവാണ്, നോക്കുക. അപ്പോൾ പറ്റുന്നില്ല. ആരെയും മതിലിൻ്റെ മണ്ടയ്ക്ക് കയറണം. അതൊന്ന് ആ കൊലയൊന്ന് വെട്ടണമെങ്കിൽ. അപ്പം നമ്മൾ ദേവുവിനെ പിടിച്ച് കയറ്റി കേട്ടോ. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ കൊല വെട്ടാൻ പോകുന്നത്. അവളെ അതിൻ്റെ വണ്ടയ്ക്ക് വലിഞ്ഞ് കയറിയിട്ട് ആ കൊല 2ഉം വെട്ടി തന്നു കേട്ടോ. പിന്നെ ഒരെണ്ണം പിന്നെ പറ്റത്തില്ലായിരുന്നു. അമ്മ പിന്നെ അപ്പുറത്തെ വീട്ടിൽ അയ്യത്ത് പോയിട്ട് നിന്ന് കത്തി വെട്ടാനും കൊല വെട്ടാൻ കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. കത്താൾ നമ്മുടെ പുതിയ വീട്ടിലായിപ്പോയി. അതുകൊണ്ട് പിന്നെ അത് പിച്ചാത്തി എന്തായാലും ഒറ്റ വെട്ടിന് മുറിയത്തില്ലെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിതിൻ്റെ എൻ്റെ ഫോണിൽ കുറേ വീഡിയോസ് അല്ലാതെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അത് സേവ് ചെയ്യാൻ മറന്നുപോയി, അതങ്ങ് പോയി. പിന്നെ അവിടെ ഫോണിൽ ഇങ്ങനെ ഷോർട്ട് വീഡിയോ സൈസ് എടുക്കുന്നത്, അതാ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തത്. എന്തോ ചെയ്യാനാണെന്ന് പറയാം. അങ്ങനെ ഇത്രയും വെണ്ടയ്ക്ക വെച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പച്ചക്കറി കടയിൽ പോയപ്പോൾ ഉണ്ട് വെണ്ടയ്ക്കയുടെ വില നോക്കിയപ്പോൾ ഉണ്ട് 1 കിലോയ്ക്ക് 58 രൂപ. ഈശ്വര, അതും ഹോൾസെയിൽ കടയിൽ, പച്ചക്കറിയുടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയിലാണ് 58. അപ്പം ചെറുകിട പച്ചക്കറി കടയിലൊക്കെ ആകുമ്പോൾ അതിലും വിലയാവും. ഞാൻ വിചാരിക്കുകയായിരുന്നു, ദൈവമേ, വെണ്ടയ്ക്കൊക്കെ ഇവിടെ ആവശ്യം പോലെ കിടക്കുന്ന എന്തോരം വിലയാണ്. പച്ചക്കറിക്ക് എല്ലാം വിലയായിരുന്നു കേട്ടോ. സവാള, കിഴങ്ങ് എല്ലാത്തിനും വിലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഇവിടെ ക്ഷാമമാവാൻ പോകുക. കാരണം വെണ്ടയെല്ലാം മുറ്റിയല്ലോ. ഈ വെണ്ടയും തക്കാളി എന്നൊക്കെ പറയുന്ന സാധനം പെട്ടെന്ന് അങ്ങ് ഒരുപാട് കിളിച്ചിറങ്ങുന്ന സാധനം കേട്ടോ. പണ്ട് ഇവിടെ ഇതൊന്നും കിളിക്കത്തില്ലായിരുന്നു. ഇടയ്ക്ക് മണ്ണ് നിളയ്ക്കതിന് ശേഷമാണ് നമുക്കിവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിളിക്കുന്നത് കേട്ടോ. പണ്ട് എന്ത് നട്ടാലും ഒന്നും കളിക്കത്തില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ദേവു മതിലിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് വിജയകരമായിട്ട് ആ കൊല വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ, ആ വീഡിയോ ഞാൻ സേവ് ചെയ്തില്ല. എന്തോരം കഷ്ടമായിപ്പോയി. അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളോടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവള് പിന്നെ അത്ര ഒന്നും എടുത്തിട്ടില്ലായിരുന്നു.
എന്തുവായാലും നടിത് കണ്ടോ ഇങ്ങനെ അവൾ ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് ആയിരുന്നു. എൻ്റെ ഒരു അശ്രദ്ധ എന്ത് പറയാനാന്ന് പറ. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാവരുടെ ഒരു ക്ഷേത്ര ദർശനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പന്തളത്ത് അയ്യപ്പസ്വാമിയുടെ അവിടെ തിരുവാഭരണം കാണാനായിട്ട്. അപ്പം അവിടെ പനായിട്ടാണ് ഇവരെല്ലാം വന്നത്. അപ്പം അവിടെയൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വാഴ വെട്ടാനൊക്കെ ഇറങ്ങിയത് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുത്തില്ല. 1-2 കൊല്ലമൊക്കെ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് വലടിച്ചാന്നോ അണ്ണാനടിച്ചാന്നോ ആർക്കറിയാം. എന്തുവായാലും ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴമാണിത്, ചാമ്പപ്പൂവന്. വേറെ സാദാ പൂവന്, ഞാലിപ്പൂവന്, പാളയംകോടന് അതൊന്നും നമ്മുടെ ആഷ്മി കഴിക്കാറില്ല കേട്ടോ. വേറെ ഒരു പഴവും കഴിക്കാറില്ല. പിന്നെ ഏത്തപ്പഴം അത്യാവശ്യം കഴിക്കാറുണ്ട്. പിന്നെ ഒരു കൊല വെച്ച് കൊടുത്താലും തിന്നുന്നത് ഇതാട്ടോ, ഈ ചാമ്പപ്പൂ. ഇവിടെ ചാമ്പപ്പൂ എന്ന് പറയേ. അപ്പം ആഷ്മി കഴിക്കും, അമ്മയും കഴിക്കും. എനിക്കത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് ലച്ചുവിന് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തുവായാലും ഇത് പഴുത്താലും നഷ്ടമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ആളും പേരും ഒന്നും ഇല്ലാത്തടത്ത് ഈ ഒരു കൊലയൊക്കെ പഠിപ്പിച്ചിട്ട് എന്തോ എടുക്കാനാണ്. പിന്നെ കുറേയൊക്കെ അപ്പുറമൊക്കെ കൊടുക്കും. എല്ലാ കൊലയും കൂടെ ഒരുമിച്ച് പഴുത്ത് പോയാലും എന്ത് ചെയ്യും. എന്തായാലും ഒരു ചെറിയ കൊല നിന്നത് പിന്നെ അവരങ്ങ് കൊണ്ടുപോയിക്കോളും. ഇനി എല്ലാവരും കൂടെ കൂടി കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വിജയകരമായിട്ട് നമ്മുടെ കൊലയെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം 3 കൊല ഇന്ന് ടോട്ടൽ വെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്ത് ചെയ്യുന്നു ആഷ്മിക്ക് വെക്കേഷനായാലും ഇഷ്ടംപോലെ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ വെക്കേഷനായാലും ക്രിസ്മസിൻ്റെ വെക്കേഷനായാലും ഇഷ്ടംപോലെ ഓരോ സബ്ജക്റ്റ് വൈസ് പ്രോജക്റ്റ് തരും വീട്ടിൽ ഇരുന്ന് ചെയ്തുകൊണ്ട് വരാനായിട്ട്. അപ്പം കളിയും ചിരിയൊന്നും വേണ്ടെന്ന് ഇങ്ങനെ ഇവിടെ ഭയങ്കര വഴക്ക് നടക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് അമ്മയും മകളും തമ്മിലാണ് ഭയങ്കര വഴക്ക് കേട്ടോ. അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് കരച്ചിലും ബഹളമൊക്കെ നടക്കുന്നുണ്ട്. അമ്മ കരയുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അത് ഈ ചെടിയുടെ കാര്യത്തിലാണ് കേട്ടോ. ഒരു മനുഷ്യർക്ക് ചെടി കൊടുക്കത്തില്ല, ബാക്കി എന്തും കൊടുക്കും. ചെടി എന്ന് പറയുന്ന ഒരു സാധനം കണ്ടോ, ഇത് ആദ്യം ഒരു തണ്ട് കൊണ്ടുവന്ന് വെച്ച് നട്ട് കിളിച്ചിട്ട് ബാക്കിയെല്ലാം ചെറിയ ഇതിനകത്ത് വെച്ച് തണ്ട് ഒടിച്ചൊടിച്ച് വെച്ച് കിളിപ്പിച്ചാണ് കേട്ടോ. ഇങ്ങനെ കിളിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഓരോരുത്തർ വന്ന് ചോദിക്കും. ഇപ്പം ഈ കൊച്ചാണെങ്കിൽ പിന്നെ ചെടിച്ചട്ടിയോടടുത്തടങ്ങ് പോകാനായിട്ടുള്ളൊരു പ്ലാൻ കേട്ടോ, ഈ പൂ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ 2 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കരച്ചിലും മേളമാണ് മുമ്പേ കഴിഞ്ഞത് കേട്ടോ. അമ്മ പറയായിരുന്നു ആ സിമെൻറ്റ് ചാക്കിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ. അതെങ്ങനെ പൊക്കിക്കൊണ്ട് പോകാൻ അവിടെ വരെ അവരുടെ വീട്ടിൽ. അങ്ങനെ എന്തായാലും കരഞ്ഞും നിലവിളിച്ചും ഒക്കെ 2-3 ചട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു കാര്യത്തിന് പ്രാന്ത അമ്മയ്ക്ക്. ചെടിയുടെ ഒരു ഇല നമ്മുടെ മിക്കും പിങ്കുവിനെയൊക്കെ അഴിച്ചു വിടുമ്പോൾ ഉണ്ടല്ലോ, ഈ റോക്കി മിക്ക ദിവസവും ചെടിച്ചിട്ട് തള്ളി താഴെയിടും. അന്ന് എനിക്ക് ഓണമാട്ടോ. അമ്മ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ റേഷൻ കടയിൽ പോയിട്ട് വരുമ്പോൾ ആദ്യം നോക്കുന്നത് ചെടിയിലോട്ടോ. ഈ ചെടിയെല്ലാം പരിശോധിക്കും എല്ലാ ദിവസവും പുറത്ത് എവിടെ പോയിട്ട് വന്നാലും ആദ്യം നോക്കുന്നത് ചെടിയില്ല. ചെടിക്ക് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ വീട്ടിൽ നടക്കുന്ന വഴക്കും ബഹളം. എനിക്ക് സത്യം പറഞ്ഞ് പൂവൊക്കെ കാണുന്ന ഇഷ്ടമാണെങ്കിലും എനിക്കിതിൻ്റെ പുറകിലൊന്നും നടക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ വാടി നിൽക്കുമ്പം വെള്ളം ഒഴിക്കും, അത്ര തന്നെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാളിൽ കാണാം.